डिस्टेंस एजुकेशन यूनिवर्सिटी ऑफ कालीकट के BA हिंदी प्रोग्राम के फर्स्ट सेमेस्टर कॉम्प्लीमेंट्री कोर्स फंक्शनल हिंदी का क्लास आज ले रही हूँ। व्यवहार के बारे में जान लेंगे। मनुष्य अन्य व्यक्तियों से जो उनके सामने नहीं है अपने विचारों का आदान प्रदान पत्र व्यवहार के द्वारा किया जाता है। यानी जो लोग हमसे दूर किसी अन्य नगर या देश में रहते हैं उनसे कुछ पूछने या बताने के लिए उनसे पत्र व्यवहार किया जाता है। അതായത് നമ്മളിൽ നിന്നും അകന്ന് താമസിക്കുന്ന വേറെ നഗരത്തിലോ അല്ലെങ്കിൽ വേറെ രാജ്യത്തിലോ താമസിക്കുന്ന ആളുകളുമായിട്ട് സംവദിക്കാൻ അവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റേഴ്സ് എഴുതാറുള്ളത്। आलेखन के लिए भाषा का अच्छा ज्ञान और आलेखन के विविध रूपों और नियमों का ज्ञान होना आवश्यक है। आलेखन का मतलब है विभिन्न प्रकार के पत्रों का लेखन। आलेखन एक अच्छे आलेखन के लिए क्या क्या होना ज़रूरी है? भाषा का अच्छा ज्ञान और आलेखन के विविध रूपों और उनके नियमों का ज्ञान होना आवश्यक है। അപ്പോൾ ഒരു നല്ല ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ആദ്യം ആ ഭാഷയെക്കുറിച്ചിട്ട് നല്ല അറിവുണ്ടായിരിക്കണം. അതുകൂടാതെ ആ ലെറ്റേഴ്സിൻ്റെ പല രൂപങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആലേഖൻ ദോ പ്രകാർ കെ ഹെ, രണ്ട് തരത്തിലുള്ള ആലേഖനാണുള്ളത്. ഏതൊക്കെയാണ്? പ്രാരംഭിക് और ഉന്നത്. പ്രാരംഭിക് എന്ന് പറയുമ്പോൾ എന്താണത്? പ്രാരംഭിക് ആലേഖൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദി സീഖ്നെ വാല യ നയ വിദ്യാർത്ഥി ആസാനി സെ സരളത സെ സീഖ് സക്കെ. പ്രാരംഭിക് ആലേഖൻ എങ്ങനെയാണ്? ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ് പ്രാരംഭിക് ആലേഖനിൽ വരുന്ന ലെറ്റേഴ്സ്. അതേതൊക്കെയാണ്? पारिवारिक, आवेदन, पदाधिकारियों से पत्र व्यवहार, व्यावसायिक पत्र, संपादक के नाम पत्र, निमंत्रण पत्र. ഇതൊക്കെയാണ് പ്രാരംഭിക് आलेखनिൽ വരുന്ന ലെറ്റേഴ്സ്. प्रारंभिक आलेखन के अंतर्गत निम्न प्रकार के पत्र आते हैं जो है पारिवारिक, आवेदन, पदाधिकारियों से पत्र व्यवहार, व्यावसायिक पत्र, संपादक के नाम पत्र, निमंत्रण पत्र. അടുത്തതാണ് ഉന്നത് ആലേഖൻ. ഉന്നത് ആലേഖനിൽ ഏതാ വരുന്നത്? സർക്കാരി പത്രയ്ക്ക് പ്രകാരം, അതായത് ഗവൺമെൻറ് ഓഫീസുകളിൽ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സാണ് ഉന്നത് ആലേഖനിൽ വരുന്നത്. सरकारी ऑफिस में प्रयोग करने वाले पत्र उन्नत आलेखन में आते हैं. सरकारी पत्र के प्रकार ഏതൊക്കെയാണ്? आलेखन, सरकारी पत्र, कार्यालय ज्ञापन, अर्थशास्त्रीय पत्र, अनौपचारिक निर्देश, कार्यालय आदेश, परिपत्र, अनुस्मारक, पृष्ठांकन, संकल्प, अधिसूचना, प्रेस विज्ञप्ति या प्रेस नोट, तार, द्रुत पत्र, मितव्यय पत्र, सूचना आदि आते हैं. सरकारी പത്രത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ആലേഖൻ, सरकारी पत्र, कार्यालय ज्ञापन, अर्थशास्त्रीय पत्र, अनौपचारिक निर्देश, कार्यालय आदेश, परिपत्र, अनुस्मारक, पृष्ठांकन, संकल्प, अधिसूचना, प्रेस विज्ञप्ति या प्रेस नोट, तार, द्रुत पत्र, मितव्यय पत्र, सूचना. ഇനി പാരിവാരിക് പത്രയ്ക്ക് അംഗ്. പാരിവാരിക് പത്രം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലെറ്റേഴ്സ്.
पारिवारिक पत्र के अंतर्गत निम्नलिखित अंगों का समावेश होना ज़रूरी है. ഏതൊക്കെയാണത്? എന്താണ് പേഴ്സണൽ ലെറ്റർ എഴുതാൻ ആവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തിരിക്കണം? പ്രേഷക കാ പത്ത, അതായത് ടു അഡ്രസ്സ്. भेजने की तिथि, എന്താണ്? ഡേറ്റ്. സംബോധൻ, നമ്മളെ ഒരാളെ സംബോധന ചെയ്യുന്നതിന്. അഭിവാദൻ, മുഖ്യ കലേവർ, വിഷയം എന്താണെന്നുള്ളത്. സ്വനിർദ്ദേശ്, ഹസ്താക്ഷർ. ഇതെല്ലാം എന്തിലുണ്ടായിരിക്കണം? പാരിവാരിക് പത്രത്തിൽ ഉൾപ്പെട്ടിരിക്കണം. ഇനി പാരിവാരിക് പത്രൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. ഭായി കാ ചോട്ടി ബഹൻ കോ പത്ര, ഒരു സഹോദരൻ സഹോദരിക്ക് എഴുതുന്നത്. അപ്പോൾ അതിൽ എന്താണ് വേണ്ടത്? ആദ്യമായിട്ട് പാരിവാരിക് ലെറ്റേഴ്സിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രേഷക കാ പത്ത. അപ്പോൾ പ്രേഷക കാ പത്ത എവിടെ എഴുതണം? നമ്മുടെ കൈയുടെ വലത് സൈഡിൽ മുകളിലായിട്ടാണ് എന്ത് വരുന്നത്? പ്രേഷക കാ പത്ത എഴുതേണ്ടത്. पत्र के ऊपर दाएं हाथ पर प्रेषक का पता लिखा जाना चाहिए. उसके बाद प्रेषक के पते के नीचे पत्र भेजने की तिथि. അതിനുശേഷം അത് നമ്മൾ അയക്കുന്ന ഡേറ്റാണ് പ്രേഷകയ്ക്ക് ടു അഡ്രസ്സിന് താഴെയായിട്ട് എഴുതേണ്ടത്. അതും എവിടെ തന്നെയാണ്? പത്രയ്ക്ക് ഊപ്പർ ദായ് ഹാത്ത് പർ. അതിനുശേഷം അടുത്തത് എന്താ വരിക? സംബോധൻ. സംബോധൻ എവിടെയായിട്ട് വരണം? तिथि से अगली पंक्ति में बाएं हाथ पर संबोधन लिखा जाए. അതായത് തീയതി കഴിഞ്ഞിട്ട്, ഡേറ്റ് എഴുതി കഴിഞ്ഞിട്ട് അതിന് താഴെ നമ്മുടെ കൈയുടെ ഇടത് വശത്തായിട്ടാണ് എന്ത് എഴുതേണ്ടത്? സംബോധൻ. അതിനുശേഷം സംബോധന ശേഷം അടുത്ത് എന്താ വരുന്നത്? സമുചിത് അഭിവാദൻ. അഭിവാദനാണ് അതിനുശേഷം വരുന്നത്. ഇതിൽ നോക്കൂ, സപ്രേം നമസ്തേ, ഇതൊക്കെയാണ് അഭിവാദൻ എന്ന് പറയുന്നത്. അത് സംബോധന താഴെയായിട്ട് അഭിവാദൻ എഴുതണം. അതിന് താഴെ എന്ത് വരും? മുഖ്യ കലേവർ, അതായത് നമ്മളെന്താണോ ആളോട് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ളത്, ആ വിഷയമാണ് മുഖ്യ കലേവർ എന്ന് പറയുന്നത്. അത് അതിന് താഴെ എഴുതുക. അഭിവാദനത്തിന് ശേഷം മുഖ്യ കലേവർ എഴുതുക. അതിനുശേഷം എന്ത് വരുന്നു? മുഖ്യ കലേവർ കഴിഞ്ഞാൽ പിന്നെ കലേവർ കെ ബാദ് സ്വനിർദ്ദേശ്. സ്വനിർദ്ദേശ് എവിടെയായിട്ട് എഴുതണം? അത് പത്രയ്ക്ക് നീച്ചെ ദായേം ഹാത്ത് പർ ലിഖാ ജാനാ ചാഹിയെ. തുമാരാ സ്നേഹി ഭായി, ഇതാണ് സ്വനിർദ്ദേശ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആപ്കാ പ്രിയ പുത്ര, ഇതൊക്കെയാണ് സ്വനിർദ്ദേശമായിട്ട് വരുന്നത്. ഇനി അതിന് താഴെ സ്വനിർദ്ദേശിന് നേരെ താഴെയായിട്ട് സ്വനിർദ്ദേശ് के ठीक नीचे पत्र प्रेषक के हस्ताक्षर रहते हैं. സ്വനിർദ്ദേശിന് താഴെയായിട്ട് എന്ത് വേണം? പ്രേഷകയ്ക്ക് ഹസ്താക്ഷർ, അയക്കുന്ന ആളുടെ ഹസ്താക്ഷർ, ഒപ്പ് വേണം. അപ്പോൾ ഇത്രയുമാണ് പേഴ്സണൽ ലെറ്ററിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്തത് പാരിവാരിക് പത്ര കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നതാണ് ആവേദൻ. ആവേദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻസിനെയാണ് ആവേദൻ എന്ന് പറയുന്നത്. आवेदन में पत्र का ढांचा पारिवारिक पत्र से कुछ भिन्न होता है. इनमें पत्र प्रेषक का पता बाएं हाथ पर पत्र की समाप्ति पर नीचे लिखा जाता है. पत्र के प्रारंभ में बाएं कोने पर सेवा में और उससे अगली पंक्ति में कुछ स्थान छोड़कर प्रेषदी जिसे पत्र भेजा जा रहा है का पद और पता लिखा जाता है. संबोधन के लिए महोदय शब्द का प्रयोग होता है.
आवेदनों में अभिवादन होता ही नहीं। सीधे निवेदन है या सविनय निवेदन है से पत्र का कलेवर प्रारंभ हो जाता है। स्वनिर्देश तथा हस्ताक्षर सभी पत्रों की भांति इसमें भी पत्र के नीचे दाईं ओर रहते हैं। दिनांक भी आवेदनों में ऊपर ना लिखकर पत्र के नीचे बाईं ओर लिखा जाता है। അപ്പോൾ ആവേദൻ പത്രത്തിൽ എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ പാരിവാരിക് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിന്നും കുറച്ച് മാറ്റമുണ്ട്. इनमें पत्र प्रेषक का पता बाएं हाथ पर पत्र की समाप्ति पर नीचे लिखा जाता है. ടു അഡ്രസ്സ് എവിടെ എഴുതേണ്ടത്? ബായേം ഹാത്ത് പർ. മറ്റേത് എവിടെയായിരുന്നു? പേഴ്സണൽ ഡീറ്റെയിൽസിൽ ദായേം ഹാത്ത് പർ ആയിരുന്നെങ്കിൽ, വലതുവശത്തായിരുന്നെങ്കിൽ ഇത് ഇടതുവശത്തായിട്ടാണ് എഴുതേണ്ടത്. അതും എങ്ങനെയാണ്? പത്രയ്ക്ക് സമാപ്തി പർ നീച്ചെ ലിഖാ ജാത്താ ഹെ. ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയാണ് എന്ത് വരുന്നത്? ടു അഡ്രസ്സ് വരുന്നത്. पत्र के प्रारंभ में बाएं कोने पर सेवा में और उससे अगली पंक्ति में कुछ स्थान छोड़कर प्रेषित जिसे पत्र भेजा जा रहा है का पद और पता लिखा जाता है. അപ്പോൾ ഈ ലെറ്റർ തുടങ്ങുമ്പോൾ ബായേം കോനേപ്പ ഇടത് സൈഡിലായിട്ട് എന്ത് എഴുതേണ്ടത്? സേവാമേ, അതായത് ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സേവാമേ എന്ന് പറഞ്ഞാൽ ടു എന്നാണ്. അതിൻ്റെ താഴെ നമ്മൾ ആർക്കാണോ ലെറ്റർ അയക്കുന്നത് ആളുടെ എന്താണ് പേര്, അദ്ദേഹത്തിൻ്റെ പദ ഡെസിഗ്നേഷനുമാണ് എഴുതേണ്ടത്. പിന്നെ അതിനുശേഷം उसके बाद संबोधन के लिए महोदय शब्द का प्रयोग होता है. हम संबोधन के लिए महोदय, आवेदन पत्रों में महोदय शब्द का प्रयोग करना चाहिए. पारिवारिक पत्र की जैसा इसमें अभिवादन नहीं होता. सीधे निवेदन है, सविनय निवेदन है, ऐसा पत्र का कलेवर प्रारंभ हो जाता है. स्वनिर्देश तथा हस्ताक्षर सभी पत्रों की भांति, पारिवारिक पत्रों की भांति ही स्वनिर्देश तथा हस्ताक्षर लिखा जाता है. അതായത് പേഴ്സണൽ ലെറ്റേഴ്സിലെ പോലെ തന്നെയാണ് സ്വനിർദ്ദേശം ഹസ്താക്ഷരം വരുന്നത്. അതിൽ മാറ്റമില്ല. दिनांक आवेदनों में ऊपर ना लिखकर पत्र के नीचे बाईं ओर लिखा जाता है. പിന്നെ ഇതിൽ ദിനാങ്ക് എങ്ങനെയാണ് വരുന്നത്? പേഴ്സണൽ ലെറ്റേഴ്സിൽ മുകളിലാണ് എഴുതിയിരുന്നതെങ്കിൽ ഇത് താഴെ എവിടെയായിട്ടാണ്? ഇടത് സൈഡിലായിട്ടാണ് ദിനാങ്ക് എഴുതേണ്ടത്. पदाधिकारियों के नाम पत्र भी ठीक आवेदन की भांति ही लिखा जाता है. पदाधिकारियों की पत्र के नाम पत्र भी आवेदन पत्र के जैसा ही लिखा जाता है. यह है आवेदन पत्र की एक रूपरेखा. यहाँ आवेदन पत्र आकस्मिक अवकाश के लिए लिखा है. आकस्मिक अवकाश मीन्स कैजुअली. तो यहाँ देखिए, यहाँ टू एड्रेस यानी सेवा में, हम सेवा में लिखते समय कहाँ लिखना है? बाएं तरफ, पत्र के बाएं तरफ सेवा में लिखना है. और उसके बाद संबोधन लिखना है. और उसके बाद क्या है? मुख्य कलेवर लिखना है. और उसके बाद क्या लिखना है? उसके पीछे, सॉरी उसके नीचे धन्यवाद. और उसके नीचे भवदीय हस्ताक्षर. और उसके नीचे तिथि लिखना है.
ये सब भवदीय ये सब कहाँ लिखना है? पत्र के दाएं तरफ। अगला है व्यवसाय पत्र। व्यवसाय पत्र कैसे लिखना है? व्यवसायिक पत्रों में, व्यवसाय पत्र मीन्स बिजनेस लेटर। व्यवसायिक पत्रों में प्रेषक का पता ऊपर या तो छपा रहता है अथवा दाईं ओर लिखा जाता है. ബിസിനസ് ലെറ്റേഴ്സിൽ എങ്ങനെയാണ്? ഫ്രം അഡ്രസ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓൾറെഡി അതിൽ എന്തുണ്ടാവും, അതിൻ്റെ മുകളിലായിട്ട്, ആ ലെറ്ററിന് മുകളിലായിട്ട് ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ എഴുതണം? ദായി ഓർ ലിഖാ ജാതാ ഹെ, വലത് വശത്തായിട്ട് എഴുതണം. ഉസ്കെ നീച്ചെ ദിനാങ്ക് ലിഖാ ജാതാ ഹെ, അതിന് താഴെയായിട്ട് വേണം എന്ത് എഴുതാൻ? തീയതി എഴുതാൻ. फिर आवेदनों की भांति सेवा में लिखकर प्रेषदी का पद और पता लिखा जाता है. പിന്നെ ആപ്ലിക്കേഷൻ എന്താണ്, ആവേദന പത്രത്തിൽ പോലെ തന്നെ എങ്ങനെ വേണം? സേവാമയം എഴുതണം. അതിന് താഴെ ആർക്കാണോ അയക്കേണ്ടത് ആ ആളുടെ പേര്, അഡ്രസ്സ് ഇതൊക്കെ എഴുതണം. परंतु जहाँ आवेदन में संबोधन महोदय होता है वहाँ व्यवसाय पत्रों में संबोधन के लिए प्रिय महोदय लिखा जाता है. അപ്പോൾ ആവേദനം വ്യാവസായിക പത്രം തമ്മിലുള്ള വ്യത്യാസം ഒരെണ്ണം വരുന്നത് എന്താണ്? സംബോധൻ, ആവേദനിൽ സംബോധൻ എന്താ എഴുതുക? മഹോദയ്. അപ്പോൾ വ്യവസായ പത്രത്തിൽ സംബോധൻ എഴുതുമ്പോൾ എന്തെഴുതണം? പ്രിയ മഹോദയ് എന്ന് എഴുതണം. स्वनिर्देश तथा हस्ताक्षर अन्य पत्रों की भांति दाईं ओर पत्र के नीचे होता है. സ്വനിർദ്ദേശവും ഹസ്താക്ഷരവും എങ്ങനെയാണ്? മറ്റുള്ള ലെറ്റേഴ്സിലെ പോലെ തന്നെ വലതുവശത്ത് താഴെയായിട്ട്. स्वनिर्देश के लिए भवदीय या आपका दोनों ही लिखा जा सकता है. സ്വനിർദ്ദേശ് എങ്ങനെ എഴുതേണ്ടത്? ഭവദീയ എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? ആപ്ക. ബിസിനസ് ലെറ്ററിൻ്റെ ഒരു രൂപരേഖയാണ് ഈ കാണുന്നത്. ഇത് നോക്കൂ, ഓൾറെഡി പ്രിൻ്റഡ് അല്ല ഫ്രം അഡ്രസ്സ്. അതുകൊണ്ട് തന്നെ ഫ്രം അഡ്രസ്സ് എവിടെയായിട്ട് എഴുതിയിരിക്കുന്നു? ലെറ്ററിൻ്റെ മുകളിൽ വലതുവശത്തായിട്ട്. ഉസ്കെ നീച്ചെ बाईं तरफ क्या लिखा है? सेवा में, यानी टू एड्रेस लिखा है. और उसके नीचे संबोधन लिखा है. और उसके नीचे क्या लिखा है? मुख्य कलेवर. और उसके नीचे क्या है? स्वनिर्देश लिखा है, हस्ताक्षर लिखा है. वो अन्य पत्रों की तरह ही लिखा है. और उसके बाद आते हैं संपादक के नाम पत्र. ये हमेशा परीक्षाओं में पूछी जाने वाली एक क्वेश्चन है, संपादक के नाम पत्र. इसकी रूपरेखा भी ठीक व्यवसाय पत्र की तरह ही होती है. यहाँ फ्रॉम एड्रेस यानी प्रेषक का पता कहाँ लिखा है? पत्र के दाईं तरफ. और सेवा में यानी टू एड्रेस पत्र के बाईं तरफ लिखा है. और उसके नीचे संबोधन लिखा है. और उसके नीचे मुख्य कलेवर. और फिर स्वनिर्देश, वो कहाँ लिखा है? स्वनिर्देश, हस्ताक्षर, ये सब अन्य पत्रों की तरह ही कहाँ लिखा है? दाईं तरफ नीचे लिखा है. और उसके बाद आती है निमंत्रण पत्र यानी इनविटेशन लेटर. निमंत्रण पत्रों की रूपरेखा अन्य पत्रों से बिल्कुल भिन्न होती है. ये प्रायः छपे हुए होते हैं जिनमें केवल प्रेषदी के नाम की जगह खाली छोड़ दी जाती है.
इनमें प्रेषक का पता और दिनांक पत्र में नीचे बाईं ओर लिखा जाता है। संबोधन और अभिवादन दोनों ही नहीं होते। स्वनिर्देश के लिए दर्शनाभिलाषी लिखा जाता है और उसके नीचे एक या एक से अधिक व्यक्तियों के नाम छपे रहते हैं। निमंत्रण पत्रों में केवल प्रेषदी का नाम ही स्याही से लिखा जाता है। उत्तराकांक्षी के रूप में भी कुछ लोगों के नाम देने का चलन है। നിമന്ത്രൺ ലെറ്റർ യാനി ഇൻവിറ്റേഷൻ ലെറ്റർ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അതായത് എന്താ പറയുക, കല്യാണക്കുറി അല്ലെങ്കിൽ വെഡ്ഡിങ് ഇൻവിറ്റേഷനൊക്കെ കണ്ടിട്ടില്ലേ, അതുതന്നെയാണ് निमंत्रण ലെറ്റർ എന്ന് പറയുന്നത്. निमंत्रण पत्र की रूपरेखा अन्य पत्रों से बिल्कुल भिन्न होती है. മറ്റുള്ള ലെറ്റേഴ്സ് പോലെയല്ല നിമന്ത്രൺ പത്ര. അത് എന്താണ്, വളരെ അതുമായി അതേപോലത്തെ അല്ല, അതിൽ നിന്നും ഒത്തിരി മാറിയിട്ടുള്ളതാണ് അതിൻ്റെ രൂപരേഖ. ഏ പ്രായ ചപ്പേ ഹുയേ ഹോത്തേ ഹെ, ഇത് ഓൾറെഡി എന്തായിരിക്കും, പ്രിൻ്റഡ് ആയിരിക്കും. जिनमें केवल प्रेषदी के नाम की जगह खाली छोड़ दी जाती है. जिनमें जो टू एड्रेस होती है वो जगह खाली किया जाती है. അതായത് എന്താണ്, ടു അഡ്രസ്സ് എന്നുള്ള, അതായത് ടു അഡ്രസ്സ് എഴുതേണ്ട സ്ഥലത്ത് അത് വിറ്റിട്ടുണ്ടാവും, ബാക്കിയെല്ലാം ഓൾറെഡി പ്രിൻ്റഡ് ആവും. इनमें प्रेषक का पता और दिनांक पत्र में नीचे बाईं ओर लिखा जाता है. ഇതിൽ ഫ്രം അഡ്രസ്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? പ്രേഷക പത്ത ഔർ ദിനാങ്ക്, ഫ്രം അഡ്രസ്സും അതുപോലെ തന്നെ തീയതിയും പത്രമേ നീച്ചെ ബായിം ഓർ ലിഖാ ജാത്താ ഹെ, എവിടെയായിട്ടാണ്? ലെറ്ററിൻ്റെ താഴെ ഇടത് സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ടാവും. സംബോധൻ അഭിവാദൻ ദോനോ ഹി നഹി ഹോത്തെ, സംബോധനും അഭിവാദനും ഈ ലെറ്ററിൽ ഉണ്ടാവില്ല. स्वनिर्देश के लिए दर्शनाभिलाषी लिखा जाता है और उसके नीचे एक या एक से अधिक व्यक्तियों के नाम छपे रहते हैं. സ്വനിർദ്ദേശിനു പകരം എന്തായിരിക്കും എഴുതിയിരിക്കുക? ദർശനാഭിലാഷി എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അതിന് താഴെ ഒന്നോ ഒന്നിൽ കൂടുതലോ ആളുകളുടെ പേരും ഉണ്ടായിരിക്കും. निमंत्रण पत्रों में केवल प्रेषदी का नाम ही स्याही से लिखा जाता है. നമ്മൾ പറഞ്ഞു നിമന്ത്രൺ ലെറ്റർ ഓൾറെഡി പ്രിൻ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൽ എന്താണ്, പ്രേഷതി, അതായത് ടു അഡ്രസ്സ് നമ്മൾ എഴുതി ചേർക്കണം, അത് മഷി കൊണ്ട് എഴുതി ചേർക്കണം, ബാക്കിയെല്ലാം ഓൾറെഡി പ്രിൻ്റഡ് ആണ്. उत्तराकांक्षी के रूप में भी कुछ लोगों के नाम देने का चलन है. ഉത്തരാകാംക്ഷി എന്നുള്ള പേരിൽ 2-3 പേരുടെ പേര് വയ്ക്കുന്ന ഒരു ചടങ്ങും ഉണ്ട്. നിമന്ത്രണ ലെറ്ററിൻ്റെ രൂപരേഖയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ കണ്ടോ, ശ്രീ ശ്രീമതി, അതായത് അവിടെയാണ് എന്ത് വരുന്നത്, ടു അഡ്രസ്സ് വരുന്നത്. ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള ടു അഡ്രസ്സ് വരുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പെൻ കൊണ്ട് പേരെഴുതി, പേരും അഡ്രസ്സും എഴുതി ചേർക്കണം. ബാക്കിയൊക്കെ ഓൾറെഡി പ്രിൻ്റഡ് ആയിരിക്കും. അതിൽ കണ്ടോ, സംബോധന ഇല്ല. അതുപോലെ തന്നെ ഫ്രം അഡ്രസ്സ് എവിടെ വന്നിരിക്കണേന്ന് നോക്കൂ. यानी प्रेषक का पता कहाँ लिखा हुआ है? पत्र के नीचे बाईं ओर लिखा हुआ है. और स्वनिर्देश के अलावा वहाँ क्या लिखा है? दर्शनाभिलाषी, और उसके नीचे दो या अधिक लोगों का नाम लिखा हुआ है. और अगला है आलेखन. आलेखन का अभिप्राय मोटे तौर पर उन पत्रों, सूचनाओं, परिपत्रों और समझौतों के प्रारूप तैयार करने से है जिनकी सरकारी दफ्तरों में, व्यावसायिक संस्थाओं में ज़रूरत पड़ती रहती है. ആലേഖനം എന്ന് പറഞ്ഞാൽ എന്താണ്?
കരട് തയ്യാറാക്കുക എന്ന് പറയും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കരട് തയ്യാറാക്കുക, അതിനെയാണ് ആലേഖൻ എന്ന് പറയാം. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് എവിടെയാണ്? गवर्नमेंट सरकारी दफ्तरों में और व्यावसायिक संस्थाओं में. इसकी ज़रूरत कहाँ कहाँ पड़ती है? सरकारी दफ्तरों में और व्यावसायिक संस्थाओं में. अच्छा, प्रारूप तैयार करने के लिए निम्नलिखित बातों पर ध्यान देना आवश्यक है. അപ്പോൾ ഈ കരട് തയ്യാറാക്കാനായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം. ആദ്യത്തേത് എന്താണ്? വിഷय. प्रारूप का विषय भली भांति समझ लेना चाहिए जिससे लिखने में कोई अस्पष्टता ना हो. അപ്പോൾ ആദ്യമായിട്ട് എന്ത് വേണം? പ്രാരൂപം എഴുതുമ്പോൾ പ്രാരൂപിൻ്റെ വിഷയം നല്ലപോലെ അറിഞ്ഞിരിക്കണം. അത് അല്ലെങ്കിൽ അതിലെന്ത് വരും? അതിൽ വേറെ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അത് ക്ലിയർ ആയിരിക്കണം. വിഷയം നമ്മൾ എഴുതുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. അടുത്ത പോയിൻ്റ് നിർദ്ദേശം. यदि प्रारूप में प्रस्तुत किए जा रहे विषय के साथ कोई पिछले पत्र व्यवहार का इतिहास जुड़ा हो तो प्रारूप में संक्षेप में उसका भी निर्देश कर देना उचित है. പ്രാരൂപിൽ എഴുതുന്ന വിഷയത്തെക്കുറിച്ച് നേരത്തെ എന്തെങ്കിലും ആ വിഷയത്തെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ലെറ്റേഴ്സ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു എന്താണ് അതൊന്ന് നോട്ട് ചെയ്ത് അതിൽ എഴുതേണ്ടതാണ്. അടുത്തത് तीन भाग. प्रारूप को 3 भागों में बांट लेता है. प्रारूपिനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. पहले भाग में प्रारूप का विषय का कथन रहता है. ആദ്യത്തെ ഭാഗത്തിൽ എന്താ വരാ? विषय का कथन रहता है. ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണോ പറയുന്നത് അത് വരുന്നു. दूसरे भाग में विषय के समर्थन में युक्तियाँ प्रस्तुत किया जाता है. ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ ഈ വിഷയത്തെ സമർത്ഥിച്ചുകൊണ്ടുള്ള യുക്തികളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. तीसरे या अंतिम भाग में निष्कर्ष निकाल कर सिफारिश प्रस्तुत कर दी जाती है. മൂന്നാമത്തെ ഭാഗത്തിലാണ് കൺക്ലൂഷൻ വരുന്നത്. അടുത്ത പോയിൻ്റാണ് അനുച്ഛേദോं पर संज्ञा डालना. सामान्यतया प्रारूपों में अलग अलग अनुच्छेदों पर क्रम संख्या डालना आवश्यक नहीं होता, परंतु कुछ प्रकार के पत्रों में क्रम संख्या डालने की पद्धति है. उनमें क्रम संख्या डाली जानी चाहिए. जैसे कि जो प्रारूप बहुत लंबे हो, जैसे कई बार सरकारी परिपत्र लंबे हो जाते हैं तो उनमें न केवल अनुच्छेद व क्रम संख्या डालनी चाहिए, अभी तो उस अनुच्छेद के विषय के अनुसार उसका एक छोटा सा उपशीर्ष दे देना भी उचित होता है. എല്ലാ പ്രാരൂപിലും അനുച്ഛേദത്തിൽ സീരിയൽ നമ്പർ ഇടേണ്ട ആവശ്യമില്ല. പാരഗ്രാഫിൽ സീരിയൽ നമ്പർ ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ചിലതിൽ അത് ഇടേണ്ടതായിട്ട് വരുന്നു, ചിലതിൽ സബ് ഹെഡിങ് വരെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്തിരിക്കണം. अगला है भाषा. भाषा सदा सम्यक और भद्रोचित भाषा का ही प्रयोग करना चाहिए. മാന്യമായിട്ടുള്ളൊരു ഭാഷയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രാരൂപം तैयाറാക്കുമ്പോൾ. അടുത്തത് स्पष्टता. प्रारूप को पढ़कर एक बात असंदिग्ध और सुनिश्चित रूप से स्पष्ट हो जाना चाहिए कि प्रारूप को लिखने वाला चाहता क्या है. അതായത് പ്രാരൂപ് വായിക്കുന്ന ആൾക്ക് ഇതെന്താണ്
ആൾ ഉദ്ദേശിച്ചത്, പ്രാരൂപം എഴുതിയ ആൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്നുള്ളത് ഇത് വായിക്കുമ്പോൾ തന്നെ മറ്റാൾക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ സ്പഷ്ടമായിട്ടായിരിക്കണം എഴുതിയിരിക്കേണ്ടത്. അടുത്തത് നിശ്ചിത അർത്ഥം. शब्दों और वाक्यों का अर्थ ऐसा स्पष्ट और निश्चित होना चाहिए कि उनसे उस एक अर्थ के अतिरिक्त दूसरा अर्थ ना निकल सके. जो शब्द या वाक्य हम प्रयोग करते हैं उसका एक दूसरा अर्थ ना निकलना चाहिए. ये ध्यान रखने की बात है. ഏത് ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസ് മറ്റൊരു അർത്ഥം ഉണ്ടാക്കുന്നതായിരിക്കും. ഗൂഢ അർത്ഥം അതിൽ ഉണ്ടാവാൻ പാടില്ല. അടുത്തത് ഉദ്ധരൺ. यदि कहीं किसी नियम या उच्चतर अधिकारी के आदेश को उद्धृत करना आवश्यक हो तो यथासंभव उस नियम या आदेश के मूल शब्दों को ही उद्धृत करना चाहिए. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ഉന്നത ഓഫീസറുടെ ഏതെങ്കിലും ഓർഡർ ഇതൊക്കെ അതിൽ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് പറയാതെ എന്താണ് അതിൻ്റെ അർത്ഥം മാത്രം, അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിൽ പറയണം. പ്രതിലിപിയാം. सरकारी पत्र व्यवहार में एक ही पत्र या आदेश भेजना तो किसी एक व्यक्ति के पास होता है, किंतु उसकी प्रतिलिपियां अन्य अधिकारियों को भी भेजी जाती हैं. ചില ഓഫീസ് ലെറ്റേഴ്സൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് അയക്കുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ മറ്റുള്ള ആളുകൾക്ക് കൂടി ഇതിൻ്റെ ഒരു കോപ്പി പോകേണ്ടതുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെ ഏതൊക്കെ ആളുകൾക്ക് ഇതിൻ്റെ കോപ്പി വയ്ക്കണം എന്നുള്ളത് ഈ പ്രതിലിപിയിൽ പറഞ്ഞിരിക്കണം. अनुलग्न पत्र. यदि पत्र के साथ कुछ अनुलग्न कागज़ पत्र भी भेजे जाने हो तो उनका उल्लेख पत्र के नीचे कर दिया जाना चाहिए. प्रारूप के अंत में अनुलग्नों की सूची दी जानी चाहिए. ഇനി ഈ ലെറ്ററിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും ലെറ്റർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെറ്റർ വയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് അതിന് താഴെ എന്തൊക്കെ ലെറ്ററാണ് ഇതിൻ്റെ കൂടെ വച്ചിരിക്കുന്നത്, ഏതൊക്കെ ഓർഡറുകളാണ് ഇതിൻ്റെ കൂടെ വച്ചിരിക്കുന്നത് എന്നുള്ളത് താഴെ എഴുതിയിരിക്കണം. അതിൻ്റെ ഒരു ലിസ്റ്റ് ഈ പ്രാരൂപിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കണം. सरकारी पत्र या शासकीय पत्र, ऑफिशियल लेटर. पत्र व्यवहार के विभिन्न रूपों में सबसे अधिक सरकारी पत्र का ही प्रयोग किया जाता है. विदेशी सरकारों, राज्य सरकारों, संलग्न तथा अधीनस्थ कार्यालयों, संघ लोक सेवा आयोग जैसे अन्य कार्यालयों, संगठनों, चाहे ये संगठन सार्वजनिक हो अथवा सरकारी कर्मचारियों के हो, सार्वजनिक निकायों तथा व्यक्तियों के साथ संपर्क के लिए सरकारी पत्र का प्रयोग किया जाता है. അതായത് വിദേശി സർക്കാരും
വിദേശ ഗവൺമെൻറ്, വിദേശ സർക്കാർ, രാജ്യ സർക്കാർ, അതുപോലെ ജനറൽ ബോഡീസ്, പബ്ലിക് ബോഡീസ്, ഓരോ കമ്മിറ്റി, അങ്ങനെയുള്ള ഇതിനൊക്കെ എന്താ കൂടുതൽ ഉപയോഗിക്കുക? സർക്കാരി പത്രമാണ് ഉപയോഗിക്കുന്നത്. सरकारी पत्र के अंग नीचे दिया गया है। यह है सबसे ऊपर पत्र की संख्या लिखी जानी चाहिए। सरकारी पत्र लिखते समय सबसे ऊपर पत्र की संख्या लिखी जानी चाहिए. ലെറ്റർ എഴുതുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് എന്ത് വേണം? പത്രസംഖ്യ എഴുതണം. ഒരു നമ്പർ ഉണ്ടാവും അത്. अगला, फिर भारत सरकार और उस मंत्रालय का नाम लिखा जाना चाहिए जिसकी ओर से वह पत्र भेजा जा रहा है. और उसके बाद क्या लिखना चाहिए? भारत सरकार और उस मंत्रालय का नाम लिखा जाना चाहिए जिसकी ओर से वह पत्र भेजा जा रहा है. അതിന് താഴെ ഭാരത് സർക്കാർ എന്ന് എഴുതുക. അല്ലെങ്കിൽ എവിടെ നിന്നാണോ, ഏത് ഇതിൽ നിന്നാണോ പോകുന്നത് ആ മിനിസ്ട്രിയുടെ പേര് എഴുതിയിരിക്കണം. प्रेषक का नाम और अथवा पद, इसके नीचे प्रेषक का नाम लिखा जाना चाहिए या पद लिखा जाना चाहिए. ഒന്നുകിൽ പ്രേക്ഷകൻ്റെ യാനി ഫ്രം അഡ്രസ്സിൽ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനാണ് വരേണ്ടത്. अगला है, जिस व्यक्ति या अधिकारी के पास वह पत्र भेजा जा रहा है उसका नाम और अथवा पद. ഇനി ഏത് വ്യക്തിക്കാണോ ഏത് വ്യക്തി അല്ലെങ്കിൽ ഏത് അധികാരിക്കാണോ ഈ ലെറ്റർ അയക്കേണ്ടത് ആ ആളുടെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ. और उसके बाद प्रेषक का स्थान और दिनांक. അതിനുശേഷം എഴുതുന്ന ഫ്രം അഡ്രസ്സിൽ പ്ലേസും ഡേറ്റും. उसके नीचे पत्र का विषय और उसके नीचे संबोधन और उसके बाद पत्र का कलेवा और उसके बाद स्वनिर्देश और उसके बाद प्रेषक के हस्ताक्षर और पद का उल्लेख और उसके बाद पृष्ठांकन. इतना है सरकारी पत्र का अंग. तो सरकारी पत्रों की रूपरेखा देख लीजिए. संख्या, पत्र संख्या वो कहाँ लिखना है? पत्र के ऊपर लिखना है. उसके बाद क्या लिखना है? भारत सरकार. और उसके बाद मिनिस्ट्री का नाम. और उसके बाद प्रेषक यानी फ्रॉम एड्रेस वो कहाँ लिखना है? पत्र के बाईं तरफ. और उसके नीचे सेवा में यानी टू एड्रेस वो कहाँ लिखना है? पत्र के बाईं तरफ प्रेषक और पता के बाद. और उसके नीचे क्या लिखना है? दिनांक लिखना है और स्थान लिखना है. और उसके नीचे विषय लिखना है यानी सब्जेक्ट लिखना है. और उसके नीचे क्या आते हैं? महोदय आते हैं यानी संबोधन. और उसके नीचे पत्र का कलेवा, मुख्य कलेवा जो कुछ कहने वाला है वो विषय. और उसके नीचे स्वनिर्देश. स्वनिर्देश कहाँ लिखना है? पत्र के दाईं तरफ नीचे मुख्य कलेवर के बाद स्वनिर्देश निकला है. उसके बाद क्या है? हस्ताक्षर और
पता और उसके नीचे क्या लिखना है, पृष्ठांकन यानी प्रतिलिपियाँ, क्या क्या प्रतिलिपियाँ इसके साथ रखा हुआ है, ये सब इसके बाद लिखना है। कार्यालय ज्ञापन यानी ऑफिस मेमोरेंडम। पत्र व्यवहार के इस रूप का प्रयोग भारत सरकार के विभिन्न मंत्रालयों के बीच होने वाले पत्र व्यवहार में किया जाता है। ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? भारत सरकार के विभिन्न मंत्रालयों के बीच होने वाले पत्र व्यवहार है ये। ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മറ്റ് മിനിസ്ട്രിയിലേക്ക് അയക്കുന്നതാണ് कार्यालय ज्ञापन। कार्यालय ज्ञापन में वाक्यों की रचना अन्य पुरुषों में की जाती है। इसमें ना तो कोई संबोधन होता है और न पत्रों के अंत में कोई स्वनिर्देश ही होता है, केवल प्रेषक के हस्ताक्षर और उसके पद का उल्लेख रहता है। ये अन्य पत्र की तरह नहीं है। इसमें न तो कोई संबोधन होता है, इसमें संबोधन नहीं होता, और ना पत्र के अंत में कोई स्वनिर्देश ही होता है। इसमें संबोधन नहीं होता, स्वनिर्देश नहीं होता, प्रेषक के हस्ताक्षर और उसके पद का उल्लेख रहता है। इसमें केवल प्रेषक के हस्ताक्षर और उसके पद का उल्लेख ही रहता है। जिस मंत्रालय के नाम वह कार्यालय ज्ञापन भेजा जा रहा होता है, उसका नाम नीचे पृष्ठ के बाईं ओर लिखा जाता है। ഏത് മിനിസ്ട്രിയിലേക്കാണോ ഇത് ഓഫീസ് മെമ്മോറാണ്ടം പോകേണ്ടത്, उसका नाम नीचे पृष्ठ के बाईं ओर लिखा जाता है। ഏത് മന്ത്രാലയമാണ് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് എവിടെയാണ് എഴുതിയിരിക്കുക? ഈ പേജിൻ്റെ ഇടത് സൈഡിലായിട്ട് താഴെയായിട്ടാണ് എഴുതിയിരിക്കുക। कार्यालय ज्ञापन का प्रयोग संलग्न कार्यालयों और अधीनस्थ कार्यालयों के साथ पत्र व्यवहार के लिए नहीं किया जाना चाहिए। तो यह ध्यान रखने की बात है कि कार्यालय ज्ञापन का प्रयोग कहाँ कहाँ नहीं होना चाहिए। कार्यालय ज्ञापन का प्रयोग संलग्न कार्यालयों, अटैच्ड ऑफिसों और अधीनस्थ कार्यालयों, सबॉर्डिनेट ऑफिस के साथ पत्र व्यवहार के लिए नहीं किया जाना चाहिए। അതായത് അറ്റാച്ച്ഡ് ഓഫീസും സബോർഡിനേറ്റ് ഓഫീസിൻ്റെ ഇടയിൽ കാര്യാലയ ജ്ഞാപൻ ഉപയോഗിക്കാൻ പാടില്ല. ലെറ്ററിന് പത്രവ്യവഹാറിന് കാര്യാലയ ജ്ഞാപൻ ഉപയോഗിക്കാൻ പാടില്ല. कार्यालय ज्ञापन की रूपरेखा लिख लीजिए। पत्र संख्या लिखा है, उसके बाद भारत सरकार गृह मंत्रालय, उसके बाद क्या आती है स्थान और दिनांक, फिर कार्यालय ज्ञापन हेडिंग रखा हुआ है, और उसके बाद क्या आती है विषय। संबोधन नहीं होता है वहाँ। विषय कहाँ, क्या विषय, किस विषय के बारे में ये कार्यालय ज्ञापन लिखा जाता है, ये लिखा है विषय। और उसके नीचे मुख्य कलेवर आते हैं, यानी उसमें संबोधन नहीं होते, सीधे विषय की ओर जाते हैं। और इसके नीचे स्वनिर्देश नहीं होता, तो उस क्या होता है, उस हस्ताक्षर और उसका पद, जो लिखने वाले का पद लिखा है। और टू एड्रेस, किस मंत्रालय को भेजा जा रहा है, ये कहाँ लिखना है, पत्र के
बाईं ओर लिखना है। अगला है अर्थशासकीय पत्र। अर्थशासकीय पत्र का प्रयोग विभिन्न सरकारी अधिकारियों के मध्य किसी सम्मति या जानकारी की सूचना या आदान प्रदान के लिए किया जाता है। അർത്ഥശാസ്ത്രീയ പത്ര എന്തിനാണ് ഉപയോഗിക്കുന്നത്? अर्थशासकीय पत्र का प्रयोग विभिन्न सरकारी अधिकारियों के मध्य, അതായത് പല गवर्नमेंट ഉദ്യോഗസ്ഥരുടെ ഇടയിൽ किसी सम्मति या जानकारी की सूचना या आदान प्रदान के लिए किया जाता है. എന്തെങ്കിലും കൺസെൻറ്റ് അല്ലെങ്കിൽ ജാൻകാരി അതിനൊക്കെ വേണ്ടിയിട്ടാണ് अर्थशासकीय पत्र उपയോഗിക്കുന്നത്. इस पत्र में औपचारिकता नहीं रहती, फॉर्मल आയിരിക്കില്ല ഈ ലെറ്റേഴ്സ്. अर्थशासकीय पत्र का उपयोग किसी खास मामले की और किसी अधिकारी का व्यक्तिगत रूप से ध्यान आकृष्ट करने के लिए भी किया जाता है. പിന്നെ വേറെ എന്തിനൊക്കെ അത് ഉപയോഗിക്കാം? अर्थशासकीय पत्र का उपयोग किसी खास मामले की और ഒരു പ്രത്യേക കാര്യത്തിലേക്ക് किसी अधिकारी का व्यक्तिगत रूप से ध्यान आकृष्टित करने के लिए, ഏതെങ്കിലും ഒരു ഓഫീസറിൻ്റെ പേഴ്സണലി ആ ഓഫീസറുടെ ശ്രദ്ധ ആ കാര്യത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് अर्थशासकीय पत्र ഉപയോഗിക്കുക. यह एकवचन उत्तम पुरुष में मित्रतापूर्ण भाषा में लिखा जाता है. इसकी भाषा कैसे होनी चाहिए? यह एकवचन उत्तम पुरुष में मित्रतापूर्ण भाषा में लिखा जाता है. संबोधन प्रिय श्री पाने वाले अधिकारी का नाम लिखा जाता है. संबोधन में प्रिय श्री लिखकर पाने वाले अधिकारी का नाम, ആർക്കാണോ ലെറ്റർ അയക്കേണ്ടത് ആളുടെ പേര് എഴുതുക. അപ്പോൾ പ്രിയ ശ്രീ എന്ന് മുന്നിൽ വയ്ക്കുക സംബോധൻ. അടുത്തത് സ്വനിർദ്ദേശ്. स्वनिर्देश में आपका लिखा जाता है, भवदीय नहीं आपका लिखा जाता है, क्योंकि ये अनौपचारिक पत्र है. प्रेषक अधिकारी केवल हस्ताक्षर करता है, पद नहीं लिखता. എഴുതുന്ന ആൾ എന്താണ്, സൈൻ മാത്രമാണ് ചെയ്യുള്ളൂ, അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ എഴുതുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ വയ്ക്കത്തില്ല. प्रेषक अधिकारी केवल हस्ताक्षर करता है, पद नहीं लिखता. अर्थशासकीय पत्र की एक नमूना है. इसमें പത്ര സംഖ്യ लिखा हुआ है, ഭാരത് സർക്കാർ ഗൃഹമന്ത്രയെ ഏത് മിനിസ്ട്രി ആണെന്നുള്ളതും, അതുപോലെ പ്ലേസ്, ഡേറ്റ്, അതിനുശേഷം എന്താണ് സംബോധൻ. അതിൽ നോക്കൂ, പ്രിയശ്രീ എന്നിട്ട് ആർക്കാണോ അയക്കേണ്ടത് ആളുടെ പേര്, നരേന്ദ്ര, അല്ലാതെ മഹോദയ് എന്നല്ല എഴുതാം. അതിനുശേഷം മുഖ്യ കലേവർ വരും. അതിനുശേഷം സ്വനിർദ്ദേശിൽ ആപ്ക എന്നാണ് വരിക, ഭവദീയ എന്ന് വരില്ല. അതിനുശേഷം ഹസ്താക്ഷരം. അതിന് താഴെ വന്നിരിക്കുന്നത് ടു അഡ്രസ്സാണ്. അടുത്തത് അനുസ്മാരക്, റിമൈൻഡർ. अनुस्मारक के लिए पत्र व्यवहार का वही रूप प्रयुक्त होगा जो उस मूल पत्र के लिए हुआ था, जिसके लिए अनुस्मारक भेजा जा रहा है. अनुस्मारकों का कलेवर छोटा ही रहेगा. അനുസ്മാരകൻ്റെ ഒരു രൂപരേഖ എന്ന് പറയുന്നത് ആദ്യം എന്തിനു വേണ്ടിയിട്ടാണോ ഈ റിമൈൻഡർ അയക്കുന്നത്, ഏത് ലെറ്ററിന് വേണ്ടിയിട്ടാണോ ഈ റിമൈൻഡർ അയക്കുന്നത്, ആ ലെറ്ററിൻ്റെ ഫസ്റ്റ് അയച്ച ലെറ്ററിൻ്റെ അതേ രീതിയിൽ തന്നെയായിരിക്കും അനുസ്മാരകം അയക്കുക. അനുസ്മാരകൻ്റെ വിഷയം വളരെ ചെറുതായിരിക്കും. ഇതാണ് അനുസ്മാരൻ്റെ രൂപരേഖ.
ഇതിൽ എങ്ങനെയാണ് സംഖ്യ വന്നിട്ടുണ്ട്, പത്രസംഖ്യ വന്നിട്ടുണ്ട്, ഭാരത് സർക്കാർ ഗൃഹ മന്ത്രാലയം ഏത് മിനിസ്ട്രി ആണെന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ പ്രേഷക് ഫ്രം അഡ്രസ്സ്, അതിന് താഴെ എന്താണ് വന്നിരിക്കുന്നത്, സേവാമേ യാനി ടു അഡ്രസ്സ്. അതിനുശേഷം പ്ലേസ്, ഡേറ്റ്, അതിനുശേഷം എന്താ വരുന്നത്, സബ്ജക്റ്റ്. അതിനുശേഷമാണ് സംബോധൻ, മഹോദയ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം കലേവർ. കലേവർ കണ്ടോ വളരെ ചെറുതായിരിക്കും. അതിന് താഴെ ലെറ്ററിൻ്റെ വലത് സൈഡിലായിട്ട് സ്വനിർദ്ദേശ്, ഭവതീയ, പിന്നെ ഹസ്താക്ഷർ, അതുപോലെ പദം. അടുത്തത് പ്രസ് വിജ്ഞപ്തി या प्रेस नोट, प्रेस कम्युनिक और प्रेस नोट. प्रेस कम्युनिक या प्रेस नोट उस समय जारी किया जाता है जब सरकार के किसी निश्चय का विस्तृत रूप से प्रचार करना अभीष्ट होता है. प्रेस विज्ञप्ति प्रेस नोट की अपेक्षा अधिक औपचारिक यानी फॉर्मल होती है और वह समाचार पत्रों में ज्यों की त्यों प्रकाशित की जानी चाहिए. इसके विपरीत प्रेस नोट का उद्देश्य समाचार पत्रों को केवल जानकारी दे देना होता है और वे उसे संपादित, संक्षिप्त अथवा परिवर्तित कर सकते हैं. പ്രസ് കമ്മ്യൂണിക് या പ്രസ് നോട്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം, प्रेस कम्युनिक या प्रेस नोट उस समय जारी किया जाता है जब सरकार के किसी निश्चय का विस्तृत रूप से प्रचार करना अभीष्ट होता है. ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ജനത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, പ്രസ് കമ്മ്യൂണിക് അല്ലെങ്കിൽ പ്രസ് നോട്ട് ഉപയോഗിക്കുന്നത്. പ്രസ് വിജ്ഞപ്തി പ്രസ് നോട്ട് की अपेक्षा अधिक औपचारिक होती है. പ്രസ് വിജ്ഞപ്തി പ്രസ് നോട്ടിനേക്കാളും ഫോർമലായിരിക്കും. और वह समाचार पत्रों में जो कि त्यों प्रकाशित की जानी चाहिए. പ്രസ് വിജ്ഞപ്തിയിൽ എങ്ങനെയാണ്, സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങളെ അറിയിക്കാനുള്ളത് അത് അതേപടി പ്രസ് വിജ്ഞപ്തിയിൽ അതേപടി സർക്കാർ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ പത്രങ്ങളിൽ അടിച്ചു വരണം. इसके विपरीत प्रेस नोट का उद्देश्य समाचार पत्रों को केवल जानकारी दे देना होता है और वे उसे संपादित, संक्षिप्त अथवा परिवर्तित कर सकते हैं. ഇനി പ്രസ് നോട്ടിൽ എങ്ങനെയാണ്, പ്രസ് വിജ്ഞപ്തി പോലെയല്ല. ഇപ്പോൾ സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാനാണെന്നുണ്ടെങ്കിൽ ആ കാര്യം പ്രസ് വിജ്ഞപ്തിയിൽ അതുപോലെ തന്നെ ചെയ്യണം. പ്രസ് നോട്ടിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, അതിൽ അവർക്ക് എന്തെങ്കിലും ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ അതൊന്ന് ചെറുതാക്കണം എന്നുണ്ടെങ്കിലും അവർക്കത് ചെയ്യാം. അതിനെയാണ് പ്രസ് നോട്ട് എന്ന് പറയുന്നത്. പ്രസ് വിജ്ഞപ്തിയിൽ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അടിച്ചു വരണം ന്യൂസ് പേപ്പറിൽ. പ്രസ് നോട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിൻ്റെ പ്രധാന വിഷയം എന്താണോ അത് വെച്ച് മാത്രം ചെയ്താൽ മതി. बैंक संबंधी पत्र, बैंकिंग लेटर्स. आधुनिक व्यवसाय में बैंक का महत्वपूर्ण योगदान है. आज व्यापार का क्षेत्र नगर, जिले और राज्य की सीमा लांघकर अंतर्राष्ट्रीय हो गया है. अतः बैंकों के बिना व्यापार के अस्तित्व की कल्पना करना असंभव है. व्यापारियों की क्रियात्मक पूंजी का बड़ा भाग बैंकों में रहता है और वे अपना लेन देन इन बैंकों द्वारा ही करते हैं. वास्तव में बैंक दो व्यापारियों के बीच की एक कड़ी है. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും എന്താണ് ബാങ്കിൻ്റെ സഹായം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബാങ്കിങ് ലെറ്റേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒരു ഉദാഹരണം, ചെക്ക് കാ ഭുഗത്താൻ रोकने का पत्र.
അതിൻ്റെ ഒരു രൂപരേഖയാണ് കൊടുത്തിരിക്കുന്നത്. സൗരവ് മന്ത്രാലയ്. അപ്പോൾ ആരാണോ ഫ്രം അഡ്രസ്സാണ് കാണുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നുമാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലെറ്റർ പാഡ് ഉണ്ടാവും. ലെറ്റർ പാഡിലായിരിക്കും അവർ ലെറ്റർ എഴുതുക. അപ്പോൾ അതാണ് അത് കാണുന്നത്. സൗരവ് മന്ത്രാലയ് അവരുടെ ഫ്രം അഡ്രസ്സാണ് ലെറ്ററിൻ്റെ ഇടത് സൈഡിൽ കാണുന്നത്. വലത് സൈഡിൽ മുകളിലായിട്ട് എന്താണ് ഫ്രം അഡ്രസ്സ്, അതിന് താഴെ ടു അഡ്രസ്സ്, അതിന് താഴെ ഇടത് സൈഡിലായിട്ട് ടു അഡ്രസ്സ്. ആർക്കാണോ അയക്കേണ്ടത് ആ ആളുടെ പദവും അതുപോലെ തന്നെ ഏത് ബാങ്കാണെന്നുള്ളതുമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ടു അഡ്രസ്സാണത്. അതിന് താഴെ സംബോധൻ, പ്രിയ മഹോദയ് എന്ന് തുടങ്ങുന്നു. അതിനുശേഷം അതിന് താഴെ എന്ത് വരുന്നു? വിഷയ് വരുന്നു, यानी मुख्य कलेगा. उसके बाद स्वनिर्देश आता है, जो कहाँ लिखा हुआ है, जो पत्र के दाएं हाथ पर दाएं ओर लिखा गया है. और उसके बाद क्या आता है? हस्ताक्षर और उसके नाम और उसके बाद व्यवस्था यानी पद आते हैं. अगला आता है बीमा संबंधी पत्र, लेटर्स टू इंश्योरेंस कंपनीज. बीमा 3 प्रकार का हो सकता है, जो है जीवन बीमा, समुद्री बीमा और अग्नि व चोरी संबंधी बीमा. बीमा कंपनी को एक निश्चित किस्त देकर बीमा पत्र प्राप्त कर लिया जाता है. यदि संयोग से किसी दुर्घटनावश जान या माल की हानि हो गई तो बीमा कंपनी जांच पड़ताल कर उसकी क्षतिपूर्ति कर देती है. ഇൻഷുറൻസ് കമ്പനികൾക്ക് അയക്കുന്ന ലെറ്റേഴ്സാണ് ബീമ സംബന്ധി ലെറ്ററിൽ വരുന്നത്. അതായത് ബീമ ഇൻഷുറൻസ് എന്തിനൊക്കെ കിട്ടുക? ജീവൻ ബീമയുണ്ട്, സമുദ്ര ബീമയുണ്ട്, അതുപോലെ അഗ്നിവ ചോരി സംബന്ധി ബീമയുണ്ട്. അതായത് അപകട മരണം മൂലം കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും കളവ് പോയാൽ അല്ലെങ്കിൽ കത്തി നശിച്ചാൽ ഇതിനൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ बीमा कंपनी को एक निश्चित किस्त देकर बीमा पत्र प्राप्त कर लिया जाता है. ഈ കമ്പനിക്ക് ഒരു പ്രത്യേക തുക നൽകിയിട്ട് ഒരു ക്വാർട്ടർലി അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ ഓരോ തുക നമ്മൾ അടയ്ക്കുന്നു കമ്പനിയിലേക്ക്. അങ്ങനെയാണ് നമ്മൾ പോളിസി എടുക്കുന്നത്. यदि संयोग से किसी दुर्घटनावश जान या माल की हानि हो गई तो बीमा कंपनी जांच पड़ताल कर उसकी क्षतिपूर्ति कर देती है. ഇനി നമുക്ക് ഈ ബീമ കിട്ടുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ മരണം സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യാം? ഈ കമ്പനി ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് നമ്മൾ അടച്ചതിൽ നിന്നും അവർ നമുക്ക് തരും. അതിനൊരു ഉദാഹരണമാണിത്. ലെറ്റർ അഗ്നി बीमा के संबंध में पूछताछ. അപ്പോൾ ഇത് ബീമ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് അയക്കുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വ്യാപാരിയാണ് ഈ ബീമ എടുക്കാൻ വേണ്ടിയിട്ട് ലെറ്റർ അയക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിലായിരിക്കും അദ്ദേഹം ലെറ്റർ എഴുതിയിരിക്കുക. അപ്പോൾ അതാണ് കാണുന്നത്. സുരേഷ് ആൻഡ് സൺസ് അദ്ദേഹത്തിൻ്റെ ഫ്രം അഡ്രസ്സാണ് ലെറ്ററിൻ്റെ വലത് സൈഡിൽ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ
बाई तरफ पत्र के बाई तरफ क्या लिखा हुआ है, सेवा में, यानी जिसको पत्र लिखा जा रहा है उसका पद और स्थान लिखा हुआ है। और उसके नीचे, उसके ठीक नीचे क्या लिखा हुआ है, संबोधन, यानी प्रिय महोदय। और उसके नीचे मुख्य कलेवर आता है और उसके नीचे क्या लिखा हुआ है, भवदी, यानी सोनरदेश लिखा हुआ है। उसके नीचे हस्ताक्षर और उसका नाम और पद लिखा हुआ है। धन्यवाद।